ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലെ മിഡിൽ സ്കൂൾ മദ്രസയിലെയും ബോർഡ് മദ്രസയുടെയും കീഴിലുള്ള 1ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ അദ്റസു സാമിൻ വൈഷ്റൂൻ 28ാമത്തെ പാഠഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താ പഠിക്കാൻ ഇവിടെ വരുന്നത്? നമ്മൾ ഈ പാഠത്തിൽ ഏത് അക്ഷരം പഠിക്കുന്നത് ഒക്കെ നോക്കിയാലോ? പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ എന്താണ് ചിത്രത്തിൽ? മസ്ജിദ് അല്ലേ? ഒരു പള്ളി ഉണ്ട് അല്ലേ? മസ്ജിദ് മീമാണ് നമ്മളതിൽ പഠിക്കുന്നത്. മീം ഫതഹ നൽകിയാൽ മാ. മസ്ജിദ് ഹർക്കത്തുകൾ മാറി വരുന്ന വേർഡ്സുകൾ നോക്കാം. മജ്ദുൻ, മിസ്കുൻ, റസ്മുൻ, തംറുൻ, മാ, മൂ, മീ, മുൻ, കം. മാ, മൂ, മീ, മുൻ, കം. ഹറമുൻ, സിൽമൻ, ഇൽമിൻ, മുൻ, മൻ, മിൻ. തൻവീനുകൾ വന്ന് തൻവീൻ ലമ്മ, ഫതഹ തൻവീൻ, കസ്റ തൻവീൻ. സമാഉൻ, ജമീലുൻ, സമൂമുൻ. മാ നീട്ടാൻ അലിഫ് കൊണ്ട് ഫതഹയെ നീട്ടുന്നു. ജമീലുൻ കസ്റയെ യാ കൊണ്ട് നീട്ടുന്നു. ലമ്മയെ വാവ് കൊണ്ട് നീട്ടുന്നു. ഇനി മീം എഴുതുന്ന രീതി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ എഴുതും, പിന്നെ അതുപോലെ ഇങ്ങനെ എഴുതും, പിന്നെന്താണ് ഇങ്ങനെ എഴുതും. അപ്പോൾ ആ എഴുത്ത് രീതി മനസ്സിലാക്കാം. മനസ്സിലായാ? ഓരോ പദത്തിൻ്റെയും കൂടെ വരുന്ന വ്യത്യസ്ത രീതിയിലുള്ള മീമുകളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതും. ഇവിടെ കണ്ടില്ലേ വേർഡ്സിൻ്റെ ഒറ്റക്ക് എഴുതുമ്പോൾ, ചേർത്ത് എഴുതുമ്പോൾ. അപ്പോൾ ആ രീതിയാണ് ഇവിടെ മനസ്സിലാക്കുക. അടുത്ത നക്ര മീം വരുന്ന വ്യത്യസ്ത പദങ്ങൾ. ദംദമ ഇടയിൽ വന്ന് ഇവിടെ അവസാനത്തിൽ വന്നു. ഉക്സിമു, സംസമുൻ, മാലിക്കുൻ, മൂസിലുൻ, ഹമീദുൻ, ഇമാമൻ, ഹമാമുൻ, കലാമിൻ. അപ്പോൾ ഇതിന്നൊക്കെ മീമുകളൊക്കെ മനസ്സിലാക്കുക, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ വന്നതെന്നൊക്കെ മനസ്സിലാക്കുക. ഇനി ഖുർആനിലെ ആയത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഈ ഖുർആനിലെ മീമ് വന്നത് നമുക്കിവിടെ മനസ്സിലാക്കാം. ഫമാ ഹത്തുബുക്കും, മീം എഴുതിയ രീതി മനസ്സിലാക്കുക. കാഫിനോട് അയ്യുഹൽ മുർസലൂൻ ഇവിടെ എഴുതി. മനസ്സിലായില്ല? അടുത്തതാ വ അഅ്ലമു ഇവിടെ അവസാനത്തിൽ എഴുതിയപ്പോൾ എഴുതി. പിന്നെ മീനല്ലാഹി ചേർത്ത് എഴുതുമ്പോൾ ആദ്യത്തിൽ എഴുതി. മാ നീട്ടാൻ വന്നു. മാല തഅ്ലമൂൻ ഇവിടെയും ചേർത്ത് വന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി ചെറിയ വേർഡ്സാണ് ഖുർആനിൽ നിന്ന് വന്ന മീമുള്ള. ഹുറുമൻ, അഅ്ലമു, തക്തുമൂൻ. അവിടെ തക്തുമൂന എന്നൊക്കെയാണ് ഖുർആനിലെ വേർഡ്സ് ആണ്. ഞാൻ അവിടെ ഒരു വഖഫ് നൽകി പറഞ്ഞു പോകുന്നതാണ്. തക്തുമൂന, ഹമീമിൻ, ബിഅസ്മാഇ. അതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. മസ്ജിദ്. അപ്പോൾ ഇവിടെ നിറ നൽകണം. അപ്പോൾ നമ്മൾ എഴുതുന്ന രീതി പോലെ ഇങ്ങനെ എഴുതി
നിറം നൽകാം. മനസ്സിലായില്ല? പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരക്ഷരത്തോട് ചേർത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതുക. ആ ഒരക്ഷരം അവസാനിക്കുന്നത് പിന്നെ അതിലൂടെ ഇങ്ങനെയാണ് അവസാനിപ്പിക്കുമ്പോൾ ഇടുക. മനസ്സിലാക്കുക. ഇനി എന്താണ് മുകളിലൂടെ എഴുതി മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെ ഇടാം. മനസ്സിലാക്കുക. പിന്നെ ഇതാ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മേൽക്കൂടെ എഴുതുക. ഇനി നിലം നൽകണം. മീമിൻ്റെ റൗണ്ടിൽ മീമ് ഇത് റാ വേണ്ട. മീമ് സായി തോ. അപ്പോൾ ഇതിൽ മീമിൻ്റെ കള്ളികളിൽ നമുക്ക് റൗണ്ട് ചെയ്യാം. ഇനി എന്താ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഹ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ഐന്, ഐന്, ഫ, കാഫ്, 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 മീമ്. അപ്പോൾ അതുവരെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ അക്ഷരം എല്ലാവർക്കും ഓർമ്മ വേണം. എല്ലാവരും ഓർത്ത് എഴുതുക. മനസ്സിലായില്ല? അപ്പോൾ ഞാൻ അവിടെ എഴുതിയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർത്ത് തന്നെ എഴുതുക. അലിഫ്, ബ, ത, സ, ജീമ്, ഹ, ഹ, ദാല്, ദാല്, റാ, സായി, സീന്, ഷീന്, സോദ്, ലോദ്, തോ, ലോ, ഐന്, ഐന്, ഫ, കാഫ്, 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 മീമ്. ഓക്കെ, അത് ഓർത്ത് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ പഠിച്ച മുമ്പത്തെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ നമ്മളിവിടെ എഴുതി കൊടുക്കണം. മങ്കി എന്തായിരുന്നു? കിർദുൻ, കിർദ് മങ്കി. അപ്പോൾ അത് അതിലേക്ക് എഴുതാം. അടുത്തത് എന്താണ്? ലൊർഫ് എൻവലോപ്പ്. അപ്പോൾ അത് അതിലേക്ക് എഴുതാം. അടുത്തത് ഹോസ്, ഫറസ്. അപ്പോൾ അത് എഴുതുക. അടുത്തത് ഡോക്ടർക്ക് എന്തായാലും നമ്മൾ പഠിച്ചത്? തൊബീബ്, ഡോക്ടർ, തൊബീബ്. അപ്പോൾ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് താഴെ നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇവിടെ നമ്മൾ വേർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ അത് എഴുതാം. എന്താണ്? നമുക്ക് 1 എന്നിടാം. 1 ഷ, ജ, റുൻ. അത് ചേർത്തിട്ട് ഷജറുൻ എന്ന് ഒന്നാമത്തെ കള്ളിയിലേക്ക് ഇടാം. ഓക്കെ, ഷ, ജ, റുൻ, ഷജറുൻ. ഇനി രണ്ടാമത്തേലോ? 2 സ, മ, കുൻ. 2 എന്ന് എഴുതി ചേർത്തിട്ട് സമക്കുൻ. അത് എഴുതാം. ഇനി മൂന്നാമത്തേലേക്ക് എന്ത് എഴുതാം നമുക്ക്? മൂന്നാമത്തേൽ ആ, ബ, ദുൻ, അബദുൻ. 3ലേക്ക് ചേർത്ത് എഴുതാം, അബദുൻ. ഇനി 4 എന്ത് എഴുതും? നാലാമത്തത് ബ, ദ്, ലുൻ, ബദ്ലുൻ. നാലാമത്തത്. അപ്പോൾ നാലാമത്തെ കള്ളിയിലേക്ക് 4 നമ്പർ ഇട്ടതൊക്കെ ചേർത്ത് എഴുതിയാൽ നമുക്കൊരു പദം കിട്ടും. അങ്ങനെ ചേർത്ത് എഴുതി പഠിക്കുക. ഇനി നക്തുബ് നമുക്ക് എഴുതണം. മലക്കുൻ. അപ്പോൾ 3 കള്ളിയുണ്ട്. അത് ഓർഡറിൽ. അതുപോലെ നടുവിൽ ലാമ് വന്നത് ഒക്കെ ശ്രദ്ധിച്ചിട്ട് മീമ് ഫസ്റ്റ് വന്നു അല്ലേ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. പിന്നെ ഹംദുൻ. അതുപോലെ നടുവിലാണ് മീമ് വന്നത്, മനസ്സിലാക്കുക. ഇൽമുൻ അവസാനത്തിൽ മീമ് വന്നു, ചേർത്ത് എഴുതിയ മീമ് വന്നു. റദ്മുൻ. അപ്പോൾ അത് അവസാനത്തിൽ ഈ മീമ് വന്നു, നോക്കിയതാ. അടുത്തതാ ലഹ്മുൻ. അപ്പോൾ അത് അതുപോലെ അവസാനിക്കുമ്പോഴുള്ള ചേർത്ത് എഴുതിയ മീമാണ്, മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഉസ്താദ് നമ്മൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ അക്ഷരം വെച്ചിട്ട് മീമ് വെച്ചിട്ട് എന്തെങ്കിലും വേർഡ്സ് പറഞ്ഞു തരും. അപ്പോൾ അത് കേട്ടെഴുത്തായിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് തരും. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക് എഴുതി കൊണ്ടുവരാൻ വന്നതാണെങ്കിൽ ഞാൻ 3 വേർഡ്സുകൾ പറയാം. നിങ്ങൾക്ക്
എഴുതാം. തമ്രുൻ തമ്രുൻ അതെഴുതാം. പിന്നെ കലാമുൻ കലാമുൻ കലാമുൻ. പിന്നെ സമാഉൻ സമാഉൻ. അങ്ങനെ 3 വേർഡ്സ് നിങ്ങൾക്ക് അതിലെഴുതാം. അപ്പോൾ എത്രയാണ് നമുക്കൊന്ന് ഈ 28ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.